കണ്ട ആട്ടുകുട്ടീനെ കാണുന്നുണ്ട്. അവരെനിക്ക് തന്നതാണ്. കൊണ്ടുപോകാനല്ല കേട്ടോ, വീഡിയോ പിടിച്ചോ എന്നിട്ട്. കണ്ട കണ്ട കണ്ട, അവർ തന്നെ എൻ്റെ തന്നതാണ്. ഓക്കെ ഓക്കെ. ഈ അണ്ണനാണ് എനിക്ക് ആടിനെ തന്നത്. നല്ലൊരു ആട്ടുകുട്ടിയായിരുന്നു കേട്ടോ, ചെമ്മരിയാട്. പാവങ്ങളല്ലേ, എന്തോരം വെയിൽ കൊണ്ടിട്ടാണ് പറ്റുങ്ങൾ. എല്ലാം ഉപജീവന മാർഗത്തിന് വേണ്ടിയല്ലേ. കണ്ടോ, ക്ലിയർ ആണോ എന്ന് എനിക്കറിയത്തില്ല. അണ്ണാ പേര് കണ്ടോ, എത്ര ആടുണ്ട്? ഓ കണ്ടോ, ചിലപ്പോൾ ഇനി ഇവർ പോയി കഴിഞ്ഞാലും വേറെ ആൾ അവർ കഞ്ഞി വയ്ക്കുന്നതൊക്കെ കാണിച്ചു തരാം കേട്ടോ. കണ്ടോ, എനിക്കിങ്ങനെയൊക്കെ കാണുമ്പോൾ പാവം തോന്നും. ജീവിക്കാൻ വേണ്ടിയല്ലേ, ഇതൊക്കെ ശരിയാണ്. എന്നാൽ ഇവരുടെ കഷ്ടപ്പാട് ഭയങ്കരമാണ് കേട്ടോ. ഈ വെയിലും കൊണ്ട് എൻ്റെ അമ്മച്ചോ ആലോചിക്കാനേ വയ്യ എനിക്ക്. രസം ചോറും ഒക്കെ ആയാ? ടീ കുടിച്ചാ? കണ്ടോ, അവർ പണ്ടൊക്കെ ഇവിടെ അടുപ്പ് കുത്തുമായിരുന്നു, ഇപ്പോൾ അവരിങ്ങനെയാണ്. കണ്ടോ ഇതുണ്ടോ അവരുടെ സാധനങ്ങളൊക്കെ കണ്ട. പാവം ഇവിടെ തന്നെയും കണ്ട കിടന്നുറങ്ങുന്ന ഇവർ. റേഡിയോ എന്തോ വെച്ചിട്ടുണ്ട്. ഇനി അവർ എൻ്റെ കയ്യിൽ നിന്നൊക്കെ വാങ്ങിക്കൊണ്ട് പോയ ആട്ടുംകുട്ടികളെ ഇവിടെ ഇട്ടെന്ന് കാണിച്ചു തരാവേ. ദേ കണ്ടോ, കണ്ടോ അവരെ കൊച്ചാട്ടുംകുട്ടികളെയൊക്കെ ദേ അവർ ഈ ഒരു ചെറിയ കൂടുണ്ട്, ആ കൂടിലോട്ടാക്കി. അമ്മച്ചാ, ഞാൻ ജീവനും കൊണ്ട് ഓടിയേ. അയ്യോ അയ്യോ, ഞാനതിനെ കണ്ടില്ല കേട്ടാ, അത് ബാക്കിലുണ്ട്. ഓ, നിങ്ങൾക്ക് ഒത്തിരി സംരക്ഷണം തരുന്ന ആളാണല്ലേ. നന്നായി അവൻ്റെ കടിയിട്ടാ ഞാൻ ഓടി രക്ഷപ്പെട്ടു. പക്ഷെ ഞാൻ അതിനെ അവിടെ കണ്ടായിരുന്നു കേട്ടാ. അയ്യോ എൻ്റെ അമ്മ പേടിച്ചു പോയി. അത് കടിക്കും, എന്തെന്നോ ഇല്ല കടിക്കും. നമ്മൾ കുഞ്ഞിനെ എന്തെങ്കിലും ചെയ്യാൻ പോയതാണോ കരുതി. ആ പോട്ടം പിടിക്കുന്നു. വേണ്ട വേണ്ട, എന്തെങ്കിലും ചെയ്യുമോ? പട്ടിയെ എനിക്ക് ഭയങ്കര പേടിയാണ്, ഉള്ള കാര്യം പറയാതെ. അണ്ണൻ ചോദിക്കുവാ ഫോട്ടോ പിടിക്കണോ വാന്ന്. ഞാനിവിടുന്ന് ജീവനം കൊണ്ട് ഓടി. കണ്ട കണ്ട, പാവ അണ്ണൻ വന്നിട്ട് മണിയണ്ണൻ ഇതാ കണ്ടോ, എന്ത് രസമല്ലേ. അവർ കുഞ്ഞുങ്ങളല്ലേ, അവരധികം വെയിൽ കൊള്ളാനൊക്കത്തില്ലെന്ന്. അയ്യോ അയ്യോ അയ്യോ, ദൈവം ഭയങ്കര ജഗലനാണ് കേട്ടോ. അയ്യോ അയ്യോ അണ്ണാ, ഡോഗിനെ അങ്ങോട്ട് വിളി. ഡോഗിനെ അറിയില്ലല്ലോ. അതാ ഇവന് പേടിയുണ്ടെന്ന് തോന്നുന്നു കേട്ടാ. ആ അണ്ണൻ കൂട്ടത്തിലുള്ളത് കൊണ്ടേ. ഇന്ന് പെരുന്നാളല്ലേ, അതുകൊണ്ടാണ്. വെയിലാറുമ്പോൾ വരാം. ഇന്ന് പോകുമോ? നാളേക്ക് പോകും. അപ്പം ഇന്ന് വെയിലാറുമ്പോൾ വരാം. ഒരാഴ്ച ഉണ്ടല്ലേ. ആ ഓക്കെ ഓക്കെ.
ഞാൻ വെയിലാറുമ്പോൾ വരാം. ആ ശരി. ഭക്ഷണമൊക്കെ ആയില്ലേ? വെയിലാറുമ്പോൾ വരാം കേട്ടോ. എൻ്റെ വീട് ഇതാ കാണുന്നതാണ്, എന്ത് അങ്ങ്. ചായ കുടിച്ചാ? നേരത്തെ കുടിച്ചാ? ഓക്കെ. ആ അങ്ങ് പോണം. അവിടുന്ന് വന്ന് വീഡിയോ പിടിക്കാൻ. ഞാൻ പിന്നെ വരാം, വൈകിട്ട് വരാം. പാവങ്ങൾ അവരൊക്കെ വെയിൽ കൊള്ളുന്ന കാണുന്നതേ എനിക്ക് സങ്കടമാണ്. നമുക്കൊക്കെ ഇച്ചിരി വെയിൽ കൊള്ളുമ്പോൾ അയ്യോ 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 എന്ന് പറയും. അവരൊക്കെ വെയിലാണ് കൊള്ളുന്നത്. ഉപജീവനത്തിനായിരിക്കാം. അതുകൊണ്ട് മനുഷ്യൻ എന്തൊക്കെ ചെയ്യണമല്ലോ. എന്തൊക്കെ ചെയ്താലോ മനുഷ്യനൊന്ന് ജീവിക്കാൻ പറ്റുക. തമ്പുരാനെ ഇതിനെയൊക്കെ കാത്തോണേ, അത്രേ പറയാനും. ഞാൻ വീണ്ടും എൻ്റെ വീട്ടിലോട്ട് തിരിച്ചു പോവുകയാണ് ഗായ്സ്. നേരത്തെ ഒയ്യോ കൊടുത്തുനിന്ന് പട്ടിയുണ്ടല്ലോ, അത് സത്യം കടിച്ചതന്നെ. അപ്പോൾ അവർ പറയുക കടിക്കത്തില്ലെന്ന്. പിന്നെ അണ്ണൻ എന്നെ വീഡിയോ എടുക്കണോ ഫോട്ടോ എടുക്കണോ എന്നൊക്കെ ചോദിച്ച് രണ്ടാമതും അങ്ങോട്ട് വിളിച്ചോണ്ട് പോയത് കൊണ്ട് ഞാൻ പോയതാണ് കേട്ടോ. കണ്ടോ, ഇതൊരു വല്ലാത്ത നല്ല കാഴ്ചയൊക്കെയാണ്. ദൈവമേ വെയിലുകൊള്ളുമല്ലേ ഇതിനൊക്കെ എന്ന് ഞാൻ ആലോചിക്കുന്നു. അല്ല ഇതുകൾക്ക് കുഴപ്പമില്ല, ഈ മനുഷ്യന്മാർക്ക്. ഇവരെ പിന്നെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് അങ്ങനെയാണല്ലോ. നമ്മളും വെയിലും മഴയൊക്കെ കൊണ്ടാണ് ജീവിക്കുന്നത്. എന്നാൽ ഇപ്പോൾ കാലം മോശമല്ലേ, ഇപ്പോഴത്തെ ക്ലൈമറ്റൊക്കെ മോശമായ ക്ലൈമറ്റ് ആയതുകൊണ്ട്. ഇനി അടുത്തത് നമ്മുടെ ചിപ്രേട്ടൻ്റെ, ഇതാരുടെയാണ് കണ്ടാം? ഇതെൻ്റെ ചിപ്രേട്ടൻ, ഞങ്ങളുടെ ചിപ്ര. ഇതാരുടെയാണ് കണ്ടം ചിപ്രേട്ടാ? മണിയുടെയാ? മണിയേട്ടൻ്റെയാ? ആ ആ ആ ആ കേട്ടാ, ഇവർക്ക് ഒട്ടുമേ പേടിയില്ല. അല്ല എനിക്കറിയില്ല, ധാരണയൊന്നും അറിയില്ലേ. മധുവാട്ടിൻ്റെ വണ്ടിയാ? രാവിലേക്കുള്ള ഫുഡ് കൊണ്ടുവന്നാ? എന്താണ്, ഇഡ്ഡലിയാ ദോശയാ? ദോശ. അത് നമ്മുടെ ഈ ചെമ്മീനാടിന് എടുത്തിരിക്കുന്ന പാടം ആരെയാണ്? ആ ആ അവര് പിന്നെ കൂലി വാങ്ങുമോ? എന്തെങ്കിലും വാങ്ങുമോ? ഇവർ വാങ്ങുമെന്ന് പറഞ്ഞാൽ വാടക ഓടിക്കും. ആ ഓ ശരി. 600-700 വെച്ച് മേടിക്കും ഒരു ദിവസം. ഇത് ഡോഗ് ആരെയാണ്? അവരെ കൂട്ടത്തിലുള്ളതാ? ഒന്നും കാണിക്കില്ല. ആ അവിടെ ഒരു നായ വന്നേ, അത് പക്ഷേ ഓടി വന്നു, പക്ഷെ ഒന്നും ചെയ്തില്ല. അപ്പോഴേക്കും ആ അണ്ണൻ പറഞ്ഞു ഒന്നും ചെയ്യില്ല ഒന്നും ചെയ്യില്ല എന്ന്. പാവങ്ങൾ. അല്ല ഞാൻ വീഡിയോ എടുക്കാൻ പോയേ, അപ്പോൾ അത് വന്നു, അടുത്തേക്ക് വന്നു, പക്ഷെ കുരച്ചു ചോട്ടം. അപ്പോൾ അതിലൊരു മണിയാട്ടം വന്നത് ആ ചുവന്ന ഷർട്ട് ഇട്ടാള് എന്നെ വിളിച്ചിട്ട് പോയിട്ട് ഫോട്ടോ എടുക്കണാ വാ വരണ്ട് കൊണ്ട് വെയിലറിയിട്ട് വരാ പറഞ്ഞു. എന്താ ഒരു വെയിൽ. പിന്നെ അപ്പോഴേക്കും പിന്നെ അകത്ത് പണിയില്ലേ. ഞാൻ ഇതേ നടന്നു വന്നു. നടത്തുമായില്ലേ, രാവിലത്തെ മോർണിംഗ് വാക്ക് പോയില്ലേ. ഈ കൊക്കുകളൊക്കെ പറന്നു പോകുന്ന നല്ല രസമാണ് കാണാൻ. അങ്ങനെ നടന്ന് നടന്ന് ഗായ്സ് ഞാൻ എൻ്റെ വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. ഇനി വൈകുന്നേരം വന്നിട്ട് വെയിലാറിയിട്ട് വന്നിട്ട് ഇവരുടെയൊക്കെ ചെമ്മരിയാടിൻ്റെയൊക്കെ വീഡിയോ എടുക്കാം. ഓക്കെ, ഞാൻ എൻ്റെ വീട്ടിലോട്ട് പോകണം. ഇങ്ങെത്തി. ഗായ്സ് ഞാൻ എൻ്റെ വീട്ടിലോട്ട് കയറി വേണം. ഈ കാല് കഴുകാതെ എങ്ങനെ അകത്തോട്ട് കയറും? കാലയിലൊക്കെ അഴുക്കായി. അതൊന്നും സാരമില്ല. കാലിലോട്ട് വെള്ളം വീണപ്പോൾ എന്തൊരു ആനന്ദമാണ്.